നമസ്കാരം. രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ വിശ്വപൗരൻ, അതായത് തിരുവനന്തപുരത്തിൻ്റെ MP, അദ്ദേഹത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ലേഖനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ചർച്ചയാണ്. ഇലക്ഷൻ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് പിടിച്ചവർ, പ്രസംഗിച്ചവരൊക്കെ അദ്ദേഹത്തെ വാഴ്ത്തി അങ്ങേയറ്റം എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹം വിശ്വപൗരനാണ്, അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞു വന്നത്. എന്നതൊന്ന് അതിനെപ്പറ്റി ഒരു റിവ്യൂ നടത്തി. ശരിക്കും പറഞ്ഞാൽ ഈ വിശ്വപൗരന്മാർക്കും പ്രസിദ്ധരായ ആൾക്കാർക്കൊക്കെ തന്നെ സാധാരണക്കാരായ ആൾക്കാരോട് യാതൊരു അടുപ്പവുമില്ല. സമൂഹത്തിൽ എന്താ നടക്കുന്നതെന്ന് അവർക്കറിയില്ല, ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്നറിയില്ല. അവരെല്ലാം ഇപ്പം തന്നെ ആധുനിക യുഗത്തിലെ നമ്മുടെ ഇപ്പോൾ രാവിലെ എടുക്കുക, ഗൂഗിളിൽ നോക്കുക, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ നോക്കി കിട്ടാവുന്ന വലിയ കണക്കുകളൊക്കെ എടുത്തുള്ള കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാൻ കാരണം, സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ MSME വന്നിരുന്നു. അത് മൈക്രോ, സ്മാൾ, മീഡിയം എന്ന രീതിയിലായിരുന്നു വന്നിരുന്നത്. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിട്ട് വ്യവസായ വകുപ്പിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ പണ്ട് കറണ്ട് എടുക്കുകയും ബാങ്ക് ലോൺ അപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. അതായത് പ്രൈം മിനിസ്റ്റർ രോസ്ഗാർ യോജനയും തൊഴിൽദാന പദ്ധതിയും മറ്റതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഈ തൊഴിൽ നടത്തുന്നതിന് വേണ്ടി കിട്ടുന്ന ലോണുകളൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിട്ട് അതാത് താലൂക്കിലുള്ള വ്യവസായ യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്യുമായിരുന്നു. അതെല്ലാം കൂടി മാറ്റി ആധാറും പാനും, ഇതൊക്കെ ഇൻകം ടാക്സിന്റെ പരിധിയിൽ നമ്മളെ വരുത്തി പിടിക്കാനുള്ള ആണെങ്കിൽ കൂടി ആധാറും പാനും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉദ്യം പദ്ധതി എന്ന രീതിയിൽ 2000 കേന്ദ്ര സർക്കാർ പുതിയൊരു പദ്ധതി ഉണ്ട്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഇത്തരം MSMEകളും ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവരെന്തായിട്ട് മാറുന്നു, അവർ പുതിയ ഉദ്യമിലേക്ക് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ പോലും പുതിയ രജിസ്ട്രേഷൻ ആയിട്ടാണ് വരുന്നത്. ഒറ്റ തവണ ചെയ്താൽ മതി. അങ്ങനെ രജിസ്ട്രേഷൻ മാറിയപ്പോൾ നമുക്ക് കേരളത്തിൽ ഏതാണ്ട് 2021 ഏതാണ്ട് 71,000 പേര് രജിസ്ട്രേഷൻ മാറി വന്നൊരു പുതിയതായിട്ട് വന്നു. 21-22 ഏകദേശം 1,12,000 പേര് വന്നു. 22-23 1,80,000 കൂടുതൽ വന്നു. അപ്പോൾ അത് ഇതിനകത്ത് വന്നിട്ടുള്ള ഈ പുതിയ ആൾക്കാരെ, അതായത് 2022-23 ഈ 1,85,000 പേര് പഴയ ആൾക്കാരും എല്ലാവരും ചെയ്ത് പുതിയ ആൾക്കാർ വന്നപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു പരസ്യം ചെയ്തായിരുന്നു, കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾ 2 ലക്ഷമായിരുന്നു. അന്ന് ഇവിടുത്തെ ചാനലുകാരൊക്കെ ഓരോ ചായക്കടയുടെ മുമ്പിലൊക്കെ പോയി അതെടുത്ത് റിപ്പോർട്ട് ചെയ്തായിരുന്നു. നിങ്ങൾ ഓർക്കുന്നു? അതൊക്കെ കാണുന്ന ഒരാൾക്കാണെങ്കിൽ മനസ്സിലായി കാണും. അപ്പോൾ ഇത് കണ്ടിട്ട്, ഈ പറഞ്ഞ ആവറേജ് 3 വർഷത്തെ കണ്ടിട്ട്, അത് 2022 ജൂൺ അവസാനത്തേക്ക് കൂടി അവസാനം വരെ കാലാവധി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2020 തൊട്ട് 22 വരെയുള്ള കാലയളവിലെ ശരിക്കും പറഞ്ഞാൽ 30/6/2022 അവസാനിച്ചു. അപ്പം 1/7/2022 തൊട്ട് എല്ലാം തന്നെ എല്ലാ MSMEകളും ഉദ്യമത്തിന്റെ കീഴിൽ വന്നു. അപ്പോൾ ഈ കണക്കെടുത്ത് വെച്ചിട്ടാണ് നമ്മുടെ ബഹുമാന്യനായ ശശി തരൂർ കേരളം വ്യവസായിക മേഖലയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്നു, പാരമൗണ്ടിലാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ ഏകദേശം 254% വരും. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ, ഇന്ത്യയിൽ മൊത്തം നോക്കുമ്പം 21 ലക്ഷവും 22 51 ലക്ഷവും 23 85 ലക്ഷവും വന്നു. ടോട്ടൽ ഏകദേശം ഓഹരി ഇന്ത്യയിൽ നോക്കുമ്പം 290% വന്നത്. അത് ഗ്ലോബലി നോക്കുമ്പോൾ ലോകത്ത് മൊത്തം വന്നത് 45% മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോകത്ത് മൊത്തം 40% വളർച്ച വന്നപ്പോൾ ഇന്ത്യയിൽ മാത്രം 290-ഉം കേരളത്തിൽ 254 വന്നെന്ന് പറഞ്ഞാൽ കണക്ക് എങ്ങനെ ശരിയാവുന്നത്? ഈ കണക്ക് വെച്ചിട്ടാണ് അദ്ദേഹം വിശ്വപൗരൻ ഇങ്ങനെ ഒരു വാർത്ത എഴുതിയത്. അതിനെ പിടിച്ച് കേരളം വ്യവസായികമായി അങ്ങേയറ്റം നിൽക്കുന്നു. നമുക്കറിയാം, കിറ്റെക്സ് സാബുവിൻ്റെ സ്ഥാപനം ഇപ്പോൾ എവിടെയാണെന്നറിയാം. കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അടച്ചുപൂട്ടപ്പെട്ട സ്ഥാപനങ്ങൾ എത്രയാണെന്നറിയാം. ഇതെല്ലാം കണക്കുകൊണ്ടുള്ളൊരു കളിയായിരുന്നു എന്ന് സത്യം പറഞ്ഞ മനസ്സിലാക്കാതെയാണ് ശശി തരൂർ ഇത്തരം ഒരു ലേഖനം എഴുതിയത്. ഇപ്പം പണ്ട് താൽക്കാലിക രജിസ്ട്രേഷൻ ആയിട്ടായിരുന്നു ഈ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നത്. ഞാൻ സൂചിപ്പിച്ചു, മൈക്രോ, സ്മാൾ, മീഡിയം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന റീറ്റെയിലും ഹോൾസെയിലുമായിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ ഉദ്യമിന്റെ കീഴിൽ കൊണ്ടുവന്നു. അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ, ബാങ്കുകളിൽ ലോണിന് ചെന്ന സമയത്ത് ഈ 2022 ശേഷം ബാങ്കുകളിൽ, അതായത് 20 തൊട്ട് ബാങ്കിൽ ലോൺ ചെന്നപ്പം ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അത് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ബാങ്ക് ലോൺ ആവശ്യമുള്ളവരും ഇതിലേക്ക് പോയി. അപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോൾസെയിലുകാരും റീറ്റെയിലുകാരും ഉദ്യമിലേക്ക് പോയി. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? ഇതിന്റെ എണ്ണം വർദ്ധിച്ചു കാണിച്ചു. അപ്പോൾ പണ്ടുണ്ടായിരുന്നവരും
പുതിയതായി വന്ന ആൾക്കാരും കൂടി ചേർന്ന വലിയൊരു സംഖ്യ കാണിച്ചിട്ടാണ് സർക്കാർ 2 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി എന്ന വാർത്ത ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെ അനുകൂലിക്കുന്നവരും. അപ്പൊ നിർത്തിപ്പോയതിനെ പറ്റി ചിന്തിച്ചാലോ, എത്രയെത്ര സ്ഥാപനങ്ങൾ. പുനലൂരിലെ ഒരു വ്യവസായിയുടെ കഥ നിങ്ങൾക്കറിയാം. കണ്ണൂരിലെ സാജിന്റെ കഥ നിങ്ങൾക്കറിയാം. ഇതൊന്നും സൂചിപ്പിക്കുന്നില്ല. പകരം നിങ്ങൾ കിറ്റക് സാബുവിന്റെ കഥ അറിയാം. അങ്ങനെ ഇവരൊക്കെ തന്നെ ഇവിടെ വ്യവസായം നടത്താൻ പറ്റാതെ പോയവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ വ്യവസായങ്ങൾ കൂടി ഇതിന്റെ കീഴിൽ വന്നിരുന്നുവെങ്കിൽ എത്രയോ ലക്ഷം ആൾക്കാർക്ക് തൊഴിൽ കിട്ടുമായിരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുവിധം സാമ്പത്തികമായ കണക്കുകളും ധനതത്വശാസ്ത്ര വിവരമൊക്കെ ഉള്ള ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, കണക്കുകൾ ഞാൻ ഉദ്ധരിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ കണക്ക് കൊണ്ടുവന്നാൽ മാറ്റി പറയാമെന്ന് പറഞ്ഞു. എന്തായാലും എവിടെ നിന്നൊക്കെയോ അദ്ദേഹത്തെ കയറി ആരൊക്കെയോ പഠിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഇന്ന് പുതിയൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. നരഭോജി സർക്കാർ എന്നൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഈ നരഭോജി പോസ്റ്റ് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴദ്ദേഹം അത് പിൻവലിച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പം പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് ഏത് വിശ്വപൗരനും നല്ലതാണ്. ഒന്നേ പറയാനുള്ളൂ, കേരളത്തിൽ പുതിയതായി വന്നിട്ടുള്ളതും പഴയതുമായ ആ സാധനങ്ങളുടെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വപൗര, അങ്ങേപ്പോലുള്ളവർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾ പറയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വൈജ്ഞാനികനാണെന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളാണെന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ വിശ്വസിച്ചു പോകും. ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ, ഞങ്ങളുടെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ എന്ന് മാത്രമേ ശശി തരൂരിനോട് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.